എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊറിയാണ്ടർ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലിന് പകരം നെയ്യോ ബട്ടറോ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, വളരെ കുറച്ച് കറുവാപ്പട്ട ഇവ ചേർത്ത് കൊടുക്കാം. ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. അതിനുശേഷം വേണം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ബീൻസ് ചെറുതായിട്ട് മുറിച്ചത് ഇവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഈ വെജിറ്റബിളിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. വെജിറ്റബിളൊക്കെ വേകുന്ന സമയത്ത് കുറച്ച് മല്ലിയില, 1 സവോളയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 3 പച്ചമുളക്, കുറച്ച് നാരങ്ങ നീര് ഇവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത കൂട്ട് വെന്തു വന്ന് പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരച്ചെടുത്ത കൂട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ പച്ചരുചി ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു അരപ്പാണ് റൈസിനുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അരപ്പൊക്കെ ഇവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ചെടുത്ത റൈസാണ്. ഇത് നീളമുള്ള ബസ്മതി റൈസാണ്. ഈ അരി വറക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് അരിയിട്ട് വേവിച്ച് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചോറിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് സ്കൂളിലോ ഓഫീസിലോ ഒക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.